ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡ് പ്രധാനമായും ശക്തിപ്പെടുത്തിയത് അത് ടീമിൻ്റെ പ്രതിരോധ നിര തന്നെയാണ്. ഡീൻ ഹുയ്സണെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിങ് ബാക്ക് പൊസിഷനുകളിലേക്ക് അൽവാരോ കരേരസ്, അതുപോലെ തന്നെ ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡ് എന്നീ താരങ്ങളെയും റയൽ മാഡ്രിഡ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ റയൽ ഒരുക്കമല്ല. പ്രതിരോധ നിര കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു സെന്റർ ബാക്കിനെ കൂടി കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ബിൽഡ് പറഞ്ഞിട്ടുള്ളത്. മറ്റാരുമല്ല, ബയേൺ മ്യൂണിക്കിന്റെ ഡിഫൻഡറായ ഡയോട്ട് ഉപമക്കാനോയെ കൊണ്ടുവരാനാണ് റയലിന് താല്പര്യം. അതായത് അടുത്ത സമ്മറോട് കൂടി ഡയോട്ട് ഉപമക്കാനോ ഫ്രീ ഏജന്റ് ആകും. അങ്ങനെ ഫ്രീ ട്രാൻസ്ഫറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നു എന്നാണ് ഇപ്പോൾ ബിൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 സെന്റർ ബാക്കുമാരെ ഒഴിവാക്കാനും ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഡേവിഡ് അലാബയാണ് ഒരു താരം. അദ്ദേഹത്തെ ഈ സമ്മറിൽ തന്നെ ക്ലബ്ബ് ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പരിക്കിന്റെ പ്രശ്നങ്ങൾ കാരണം ഡേവിഡ് അലാബക്ക് സ്ഥിരമായി കളിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു താരം ജർമ്മൻ ഡിഫൻഡറായ അന്റോണിയോ റൂഡിഗറാണ്. ഈ 2 സെന്റർ ബാക്കുമാരെയും ഒഴിവാക്കാനാണ് ഇപ്പോൾ ക്ലബിന്റെ തീരുമാനം എന്നാണ് ജർമ്മൻ മാധ്യമമായ ബിൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് റയലിന്റെ തീരുമാനം. വില്യം സാലിബ ഉൾപ്പെടെയുള്ള പ്രതിരോധ നിര താരങ്ങളെ ക്ലബ്ബ് ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.